കേരള മറൈറ്റൈം ബോർഡിന്റെ കീഴിൽ 17 നോൺ മേജർ തുറമുഖങ്ങളാണുള്ളത്. ഇവയിൽ 4 തുറമുഖങ്ങൾ ഓപ്പറേഷണൽ പോർട്ടുകളാണ്. കൊല്ലം, വിഴിഞ്ഞം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളാണിവ. ഇവിടെ നിന്നും ചരക്ക് ഗതാഗതവും പാസഞ്ചർ സർവീസും നടത്തി വരുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ പോർട്ടുകളിൽ ലഭ്യമാണ്. ഷിപ്പ് കരക്കടിക്കാനുള്ള ബർത്തിങ് ഫെസിലിറ്റി, കാർഗോ ഇറക്കുമതി കയറ്റുമതിക്ക് ആവശ്യമായിട്ടുള്ള ക്രെയിൻ സർവീസ്, കാർഗോ സൂക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വെയർ ഹൗസിംഗ്, ഷിപ്പ് ഉള്ളിലേക്ക് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക് ബോട്ട് സർവീസ് എന്നിവ ലഭ്യമാണ്. കൂടാതെ അന്താരാഷ്ട്ര നിയമം അനുശാസിക്കുന്ന ISPS കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത പോർട്ടുകൾ കൂടിയാണിവ. ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡിന്റെ ഭാഗമായിട്ടുള്ള സെക്യൂരിറ്റി നിബന്ധനകൾ എല്ലാം ഈ പോർട്ടിൽ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് കൂടിയാണ്. അഴീക്കൽ ഒഴികെയുള്ള 3 പോർട്ടുകളിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ലഭ്യമാണ്. അഴീക്കൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് വഴി പുറമേ നിന്ന് വരുന്ന ഷിപ്പുകളിലുള്ള ക്രൂവിനും പാസഞ്ചേഴ്സിനും ഇറങ്ങുവാനും സൈൻ ഓൺ ചെയ്യുവാനും സൈൻ ഓഫ് ചെയ്യുവാനുമുള്ള സൗകര്യങ്ങൾ ഈ പോർട്ടിൽ ലഭ്യമാണ്. കൂടാതെ കസ്റ്റം സർവീസ് ഈ 4 പോർട്ടുകളിൽ ലഭ്യമാണ്. കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ, വിഴിഞ്ഞം എന്നീ തുറമുഖങ്ങളിൽ കസ്റ്റംസ് നോട്ടിഫൈഡ് പോർട്ടാണ്. ആയതിനാൽ ഇവിടെ നിന്നും എക്സിം ട്രേഡിനുള്ള ചരക്കുകൾ ഇറക്കാനും കയറ്റുവാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കേരള മറൈറ്റൈം ബോർഡിന്റെ കീഴിലുള്ള ഈ 4 ഓപ്പറേഷണൽ പോർട്ടുകളിൽ കൊല്ലവും ബേപ്പൂരും PPP മോഡലിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നയപരമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ 2 പോർട്ടുകളിനെ കുറിച്ച് ആഴം വർദ്ധിപ്പിക്കുകയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 2 പോർട്ടുകളും വെസ്റ്റേൺ കോസ്റ്റിലുള്ള മറ്റ് പോർട്ടുകളിലെ ഇടപിടിക്കുന്ന തരത്തിലുള്ള പോർട്ടുകളായിട്ട് വളരാൻ സാധ്യതയുണ്ട്. കൂടാതെ വിഴിഞ്ഞം അദാനി പോർട്ടിലേക്കുള്ള ഫീഡർ പോർട്ടുകളായിട്ടും കൊല്ലം പോർട്ടും മാറുമെന്നുള്ളത് ഉറപ്പാണ്.